Hi, hello, and welcome back to my channel. Welcome back to another one of the sitting down kind of videos. I didn't have plans on doing the sitting down kind of videos, but here we are. The topic of conversation is my favorite movie this year. So, Malayalam, we've had a wonderful year movie-wise. We've had a great start, like starting തൊട്ടേ we had Manjumal Boys, we had Avesham, Premalu, Aad Jeevitham. അങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ January, February, March തന്നെ we had a great start. And ഇപ്പോഴും it is continuing. We have Sukshmadarshini still running and Hello Mummy also still running. Rifle Club and Marco just released Barros. So we have had a good year this year. But and their favorite movie this year that I watched was a Tamil film. മെയ്യഴകൻ ആണ് എൻ്റെ ഈ കൊല്ലത്തെ ഫേവറേറ്റ് മൂവി. ഇഫ് യു വോണ്ട് ടു വാച്ച് ഇറ്റ്, ഇറ്റ്സ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. ഒരു ചെറിയ ബാക്ക് സ്റ്റോറി പറഞ്ഞു തന്നെ തുടങ്ങാം. ദിസ് ഇസ് പ്രോബ്ലി ഗോയിങ് ടു ബി മൈ രീതി ഓഫ് ടോക്കിംഗ്, ഐ എം ഗെസ്സിങ്. സോ ഈ സിനിമ അസോസിയേറ്റ് ചെയ്തിട്ട് ഓൾസോ ഐ ഹവ് ഹാഡ് ഫ്യൂ റീസൺസ് ഫോർ വാച്ചിങ് ഇറ്റ്. പണ്ട് വിജയ് സേതുപതി അങ്ങ് ഹിറ്റായി വരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. പിസ്സ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വി ഹവ് ഹാഡ് ജിഗർദണ്ഡിൽ ഒരു ചെറിയ റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിജയ് സേതുപതി ഒന്ന് ഹിറ്റായി വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും പ്രവൃത്തിദാനൊക്കെ ആയ സമയമായപ്പോഴത്തേക്കിനും അത്യാവശ്യം ഹിറ്റായി. അപ്പം അങ്ങനത്തെ ഒരു ടൈമൊക്കെ ദാറ്റ്സ് പ്രോബ്ലി 2015 എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനത്തെ ഒരു സമയം ആയപ്പോഴത്തേക്കിനും ഐ ഹാഡ് ദ സഡൻ ഏർജ് ഓഫ് വിജയ് സേതുപതിയുടെ സിനിമകൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ തപ്പി പിടിച്ച് കാണുക എന്നുള്ളൊരു സംഭവം ഉണ്ടായി. അപ്പം ആ സമയത്ത് ഞാൻ കണ്ട കുറച്ച് സിനിമകൾ ഉണ്ടായി. പനീറും പത്മിനിയും എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായി, വിച്ച് ഇസ് എ വെരി ക്യൂട്ട് ഫീൽ ഗുഡ് മൂവി. ഇറ്റ്സ് എ മൂവി അബൌട്ട് എ ഓൾഡ് ഏജ് കപ്പിൾ. പനീറും പത്മിനിയും എന്നാണ് പേര്. പത്മിനി ആക്ച്വലി പ്രീമിയർ പത്മിനിയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു അങ്ങനെ കുറച്ച് സിനിമകൾ ഞാൻ കണ്ട സമയത്ത് ഞാൻ കണ്ട ഒരു സിനിമയുണ്ട്, നടുവിലെ കൊഞ്ചം പാക്കാതെ കാണും എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ഐ ലവ് ഇറ്റ് സോ മച്ച്. അതിലൊരു ഇത്ര പീസ് ഓഫ് ഒരു ലൈൻ ഉണ്ട്. ബേസിക്കലി 4 ബോയ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിലൊക്കെ ഉള്ള 4 ബോയ്സ്. അതിലൊരുത്തന്നെ കല്യാണമാണ് അടുത്ത ദിവസം. ആൻഡ് അവരൊന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബോള് ഒരുത്തൻ 6 അടിച്ചു, അത് ക്യാച്ച് ചെയ്യാൻ പോയി, മറ്റൊന്ന് താഴെ വീണു. വിജയ് സേതുപതിയാണ് താഴെ വീഴുന്നത്. താഴെ വീണ് ബാക്കിൽ ബോള് കൊണ്ട് മിഡിൽ ഒബ്ലാങ്കട്ടയിൽ എന്തോ സംഭവിക്കുന്നു. അങ്ങനെ എന്തോ സംഭവിച്ച് അപ്പം അതേ സെക്കൻഡ് തൊട്ട് പുള്ളി പറയാൻ തുടങ്ങും, ഓ കാൽ തഴുവി കീഴെ വീഴുന്നിട്ടേനാ, ഓ ഇങ്ക അടിപ്പെട്ട് ഇരിക്കോ, ഇങ്കതാ മിഡിൽ ഒബ്ലാങ്കട്ട ഇருக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ പറയാൻ തുടങ്ങും. മിഡിൽ ഒബ്ലാങ്കട്ട ഇருக்கு, ഇങ്ക അടിപ്പെട്ട ഷോർട്ട് ടേം മെമ്മറി ലോസ് വരും, അത് പറവല്ലടാ കൊഞ്ച നേരത്തിലെ ശരിയായിടും എന്ന് ഇവൻ തന്നെ പറയും. വിജയ് സേതുപതി തന്നെ പറയും. ദ ഹോൾ മൂവിയിൽ ഈ 4 ലൈൻ ഓഫ് ഡയലോഗ്സ് ഉണ്ട്. ഇതൊരു 120 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് സോ ഫണ്ണി, സൂപ്പർ ഫണ്ണി. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇവരുടെ കല്യാണമാണ് 2 ദിവസത്തിൽ. കല്യാണത്തിന് മുമ്പുള്ള പ്രീ റിസപ്ഷൻ്റെ പരിപാടി, കല്യാണം, ഇതെല്ലാനും ഇത് വെച്ചിട്ട് ഇവൻ്റെ 3 ഫ്രണ്ട്സ് മാനേജ് ചെയ്യും. ബേസിക്കലി ഇവനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ 2 മിനിറ്റിലും ഇത് വെച്ചിട്ട് ഇവന് വേറൊരു പെങ്കൊച്ചിന് ഇഷ്ടമാണ് ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനത്തെ ദർ സോ മച്ച് ഡ്രാമ ഗോയിങ് ഓൺ. സ്റ്റിൽ ദേ മാനേജ് ടു ഗെറ്റ് മാരിഡ് ആൻഡ് ഹീ ഗെറ്റ്സ് മാരിഡ്. കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും ഇവന് ഓർമ്മ തിരിച്ചു വരും. അപ്പോൾ ഇവൻ്റെ ലൈഫിൽ ഒരു 2-3 ദിവസത്തേക്ക് ഇവന് ഓർമ്മയില്ല. ആ സമയത്ത് ഇവൻ്റെ കല്യാണം കഴിയും. ആൻഡ് ഇവൻ്റെ ഫ്രണ്ട്സാണ് അത് ചെയ്തത്. ദാറ്റ്സ് ദ ഹോൾ മൂവി. ദാറ്റ്സ് ദ മൂവിയുടെ പ്ലോട്ട്. ഈ പ്ലോട്ട് ഞാൻ പറഞ്ഞു എന്ന് ഓർത്ത് എങ്ങാനും നിങ്ങൾക്ക് കാണാൻ പറ്റായിക്കൊന്നും വരാൻ പോകുന്നില്ല. ഈ പ്ലോട്ട് ഇതാണെന്ന് നമുക്ക് സിനിമ കാണുന്നതിന് മുന്നേ അറിയാൻ പറ്റും. ഏതാണ്ട് അതുപോലെയാണ്. സിനിമ തുടങ്ങി 5ാമത്തെ മിനിറ്റിൽ ഇവർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, 10ാമത്തെ മിനിറ്റിൽ ഇവന് അടി കിട്ടുന്നു. അപ്പം തൊട്ട് ഇത് തന്നെയാണ് നടക്കുന്നത്. ഇഫ് യു വോണ്ട് ടു വാച്ച് ഇറ്റ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് അടിക്കാറുണ്ട്. സൂപ്പറാണ്. സോ ഈ സിനിമ കഴിയുന്ന സമയത്ത് നമുക്കൊരു ചെറിയ സിനിമയുടെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് അല്ലാതെ ഒരു ഷോക്ക് നമുക്ക് കിട്ടും. ബേസിക്കലി സിനിമ കഴിയുമ്പോൾ, രോമാഞ്ച സിനിമ കഴിയുന്ന സമയത്ത് ഒരു ഫോട്ടോ കാണുമ്പോൾ ഇവർ പടയെന്ന് പറഞ്ഞിട്ട് ഇവർ 8 പേരും കൂടി ഇരിക്കുന്ന മതിലും മുകളിലിരിക്കുന്ന ഫോട്ടോ കാണിച്ച് നമ്മളൊരു സെക്കൻഡ് ഞെട്ടില്ലേ, അതേ സംഭവം ഇവർ കാണിക്കും. ഇത് കഴിയുമ്പോഴത്തേക്കിനും ഇവർ 4 പേര് നിൽക്കുന്ന ഫോട്ടോ എൻ്റെ പടയെന്ന് പറഞ്ഞിട്ട് ഇവർ ഒറിജിനൽ 4 പേരുടെ ഫോട്ടോ കാണിക്കും. ആൻഡ് ഐ എം ലൈക്ക് റിയൽ ഇൻ ഷോക്ക്. ആൻഡ് അതിൽ ഈ 4 പേരിൽ ഒരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്.
ആൻഡ് ആ പ്രേം എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് വിജയ് സേതുപതി ചെയ്തിരുന്ന ക്യാരക്ടർ പ്രേം എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ പ്രേം എന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ സി പ്രേംകുമാർ. സോ ഇത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഇൻ ഷോക്ക്, ഇൻ ഒബ്വിയസ് റിയൽ ഷോക്ക്. പുള്ളിയുടെ കല്യാണ ഫോട്ടോ കണ്ട പുള്ളി ഇത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന് പുള്ളിക്ക് അറിയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ സംഭവം. സോ ഐ നോ ദിസ് തിങ് ഹാപ്പൻഡ്, ഐ നോ ദിസ് മൂവി, ഐ ലവ് ദിസ് മൂവി. ഇങ്ങനെയാണ്. ആൻഡ് കാഷ്വലി നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് നോക്കുമല്ലോ. അപ്പം ഞാൻ ഈ പുള്ളിയുടെ വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം പസംഗ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ പുള്ളിയാണ്. അതുപോലെ ഹി ഹസ് ഡൺ സം ഗ്രേറ്റ് അമേസിങ് വർക്ക് ഓൾസോ. ഇത് കഴിഞ്ഞ് ഒരുപാട് കൊല്ലം കഴിഞ്ഞ് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ, ദാറ്റ്സ് ലൈക്ക് 6 years or something back I guess, അപ്പോഴാണ് 96 എന്ന് പറഞ്ഞ മൂവി റിലീസാവാൻ പോകുന്നത്. ആൻഡ് 96 ഇറങ്ങുന്നതിന് കുറച്ച് നാൾ മുന്നേ 96 പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായി. പാട്ടുകൾ ചെയ്തിരുന്നത് ഗോവിന്ദ് വസന്ത ആയിരുന്നു. ഗോവിന്ദ് വസന്ത ഫ്രം തൈക്കുടം. ആൻഡ് എവ്രിബഡി ഇൻ കേരള നോസ് അബൌട്ട് തൈക്കുടം ബ്രിഡ്ജ് ആൻഡ് എവ്രിബഡി നോസ് ഗോവിന്ദ് വസന്ത ആൾസോ. സോ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ന്യൂ സിനിമ ഡയറക്ടറിൻ്റെ തമിഴ് മൂവിക്ക് കിട്ടുന്ന കൈൻഡ് ഓഫ് റിസപ്ഷൻ അല്ല കേരളത്തിൽ ആ സമയത്ത് കിട്ടിയത്. ഒരുപാട് തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ വനിതാ വിനിതയിൽ പോയാണ് കണ്ടത്. ഒരുപാട് ഷോകളൊന്നും ആക്ച്വലി കിട്ടില്ല ഒരു ന്യൂ ഡയറക്ടറിൻ്റെ തമിഴ് സിനിമയ്ക്കൊക്കെ. ഇവിടെ വല്ല ആ ദിവസത്തിൽ ഒരെണ്ണോ 2 ദിവസം കൂടുമ്പോൾ ഒരെണ്ണോ അതുപോലെയൊക്കെ. അതും വനിതാ വിനിതയിലൊന്നും ഒരിക്കലും കിട്ടില്ല. ബട്ട് അതുപോലെ ഒരു റിസപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു 96 എന്ന് പറഞ്ഞ മൂവിക്ക് ഇവിടെ. ആൻഡ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ അമേസിങ് മൂവി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഈ 96 മൂവിയുടെ ഡയറക്ടറാണ് സി പ്രേംകുമാർ. ആൻഡ് ഐ ലവ് ദറ്റ് മൂവി സോ മച്ച്. അതിൻ്റെ പാട്ടൊക്കെ അത് ഇറങ്ങിയ ആ ഒരു കുറച്ച് മാസങ്ങൾ അതിൻ്റെ പാട്ട് മാത്രമേ കേൾക്കുള്ളായിരുന്നു. എൻ്റെ ഒരു ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആകെ 5 പാട്ട് 6 പാട്ടിൽ ഈ താപങ്ങളെയും ആ ഒരു കുറച്ച് പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ വി ലവ് 96 മൂവിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈലൻസസും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്ലാൻസസും എല്ലാം വി യൂസ് ടു ലവ് സോ മച്ച്. ലൈക്ക് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൂവി. ഇത് കഴിഞ്ഞ് ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ട് നൗ ഈ ഡയറക്ടറിൻ്റെ സെക്കൻഡ് മൂവി ആയിട്ടാണ് മെയ്യഴകൻ വന്നേക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റായി. ഓക്കെ, 10 മിനിറ്റിൽ എൻ്റെ ബാക്ക് സ്റ്റോറി കഴിഞ്ഞല്ലോ. അത്രയെങ്കിലും കൊള്ളാം, അത് കൊള്ളാം. സി പ്രേംകുമാറിൻ്റെ സെക്കൻഡ് മൂവി ആഫ്റ്റർ 96, ആഫ്റ്റർ ദീസ് മെനി ഇയേഴ്സ് ഇസ് മെയ്യഴകൻ. ആൻഡ് മെയ്യഴകനിൽ അഭിനയിച്ചിരിക്കുന്നത് അരവിന്ദ് സമി ആൻഡ് കാർത്തി. ആൻഡ് ഐ ലവ് ബോത്ത് ഓഫ് ദം ലൈക്ക് സോ മച്ച്. അരവിന്ദ് സമി, anybody who saw Roja and Bombay, everybody, Arvind Sami has this huge fan base. And Karthi is also എന്താ എൻ്റെ ഒരു സമയത്ത് ഞാൻ ഒരു 9th or 7th 8th അതുപോലത്തെ സമയത്ത് പഠിച്ചിരുന്നപ്പോൾ എപ്പോഴും എല്ലാ ആഴ്ചയും കൈരളി ടി വിയിലൊക്കെ വന്നിരുന്നതാണ് സിറുത്തൈ. ആൻഡ് സിറുത്തൈ, പയ്യ, അങ്ങനത്തെ കുറച്ച് ഫണ്ണി ടൈപ്പ് കുറച്ച് ഫിലിംസൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ഇൻ ഓൾ അഴകരാജ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതുപോലത്തെ കുറേ സിനിമയിൽ ഐ ലവ് കാർത്തി സോ മച്ച്. ആൻഡ് കാർത്തി ഒബ്വിയസ്ലി ഹസ് ഡൺ സം ഗുഡ് വർക്ക് ഓൾസോ. ഇപ്പോൾ PS1 PS2 ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഹി ഹസ് ഡൺ സം ഗുഡ് ഫിലിംസ് ലൈക്ക് പരുത്തിവീരൻ ആൻഡ് എവറിത്തിങ്. ബട്ട് ഐ ലവ് ഹിസ് കോമഡി സൈഡ് വെരി മച്ച്. ലൈക്ക് ഐ ലവ് ഹിസ് കോമഡി സൈഡ്. എന്നിട്ട് മെയ്യഴകൻ്റെ ട്രെയിലർ വന്നപ്പോഴത്തേക്കിനും ഇറ്റ് വാസ് ദിസ് ബബ്ലി, ലൈക്ക് ടു മച്ച് എക്സൈറ്റ്മെൻറ്റ്, വെരി മച്ച് ഹാപ്പി കാർത്തി. And I just love it. I love that Karthi. And trailer kandappo I was just so excited. I was so excited see cinema കാണാൻ. The movie was such a roller coaster of emotions and I did not expect anything else. 96 also did the same thing to us. Like it took us back to all the nostalgia of school days and everything, and the reunion sambhavam, and then the love they share between each other, and they will never be able to be together ennulla sambhavam, and they get separated, and then and Vijay Sethupathi goes back to his old life, and it was a roller coaster of emotions. Same thing was there for Meyyazhagan in a completely different way. കാർത്തിയുടെ പേരെന്താന്ന് നമുക്ക് സിനിമ അവസാനിക്കുന്നവരെ അറിയില്ല കേട്ടോ. കാർത്തിയുടെ character is just so pure at heart, wants you to be a better person. Like കാർത്തിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടായി, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഭയങ്കര ഇൻസ്പയറിങ് അത് ഇത് അങ്ങനെ ഒന്നുമല്ല. ഹീസ് എ വെരി നോർമൽ പേഴ്സൺ, ഹി ഹാസ് ഓൾ ദിസ് ഇമോഷൻസ്. പക്ഷേ ഇങ്ങനെ നമുക്ക് എന്തിനാ അവരുടെ അടുത്ത് വഴക്കിട്ടിരിക്കുന്നത്? അപ്പം നമ്മുടെ സമാധാനമല്ലേ പോണേ. എനിക്ക് വേണ്ടി ചേട്ടൻ അവരോട് ക്ഷമിക്കാം. ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് ഇമോഷൻ ഹി ഹാസ്, ആൻഡ് that makes you want to be a better person, you know.
അതുപോലെ കാർത്തിയുടെ ക്യാരക്ടർ വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ വണ്ടർഫുള്ളി റിട്ടൺ. ആൻഡ് I saw many interviews of Prem Kumar, and he told കാർത്തിയുടെ ക്യാരക്ടർ ഇസ് ആക്ച്വലി പുള്ളിക്ക് അറിയാവുന്ന ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ, ഒരു റിയൽ ലൈഫ് ഒരു പുള്ളീനെ അടുത്ത് നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത പോലെ ചെയ്തേക്കുന്നത്. സോ പുള്ളിയുടെ പ്ലംബർ ഒരു ചേട്ടനുണ്ട്, മുത്തു എന്നെന്തോ ആണ് ചേട്ടൻ്റെ പേര്. ആൻഡ് പുള്ളി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നടുമുറ്റത്തിരുന്ന് ചെയ്യാനുള്ള പണി മുഴുവൻ ചെയ്ത് വീട്ടിലാളെ പോലെയാണ് അവിടെ ഇരിക്കുന്നത്. ആൻഡ് വീട്ടിലുള്ള പട്ടിയെടുത്ത് പൂച്ചെടുത്തൊക്കെ സംസാരിച്ച് ഇത് അങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ പ്രേംകുമാറിന് ആ സമയത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു വിത്ത് സം ടോപ്പ് ഷോട്ട് ബാഹുബലി സിനിമയുടെ പ്രൊഡ്യൂസിങ് ലൈനിലൊക്കെ ഉണ്ടായിരുന്ന ആരുടെയോ കൂടെ ഹി ഹാഡ് ദിസ് മീറ്റിംഗ്, സൂം കോൾ. ആൻഡ് പുള്ളി സൂം കോളിന് വേണ്ടിയിട്ട് റൂമിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തു കുറച്ച് പണിയൊക്കെ തീർത്തിട്ട് ഹീ കംസ് ഇൻ. ഡോർ തുറന്നിട്ട് ഹീ സേസ് ഇങ്ങനെ ഹായ് എന്ന് ആദ്യം വീഡിയോ കോളുള്ള ആൾക്കാരോട് പറയും. പുള്ളി ആലോചിക്കുന്നത് നമ്മുടെ ചേട്ടൻ പുള്ളി സംസാരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ, ചേട്ടൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, ആ രീതിയിൽ ഹീ സേസ് ഫസ്റ്റ് ഹായ് ടു ദ സൂം കോൾ പീപ്പിൾ. ദർ ഓൾസോ ലൈക്ക് ഓക്കെ ഹായ് അങ്ങനെ. എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറയും, ഓക്കെ ചേട്ടാ ഞാനിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തീർത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വയറ് പൊങ്ങി നിൽപ്പുണ്ടായി, അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെല്ലാം വന്ന് കണ്ടാൽ മുത്തു ഇങ്ങ വന്ന് പണിയെടുത്ത് പോയിട്ടുണ്ടെന്ന് ആരും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീ സേവ്സ് ദിസ് ഹോൾ തിങ്. എന്നിട്ട് പറഞ്ഞു ഓക്കെ 730 രൂപയാണ് അവർ പറഞ്ഞത്, എന്നിട്ട് ഞാൻ അത് അടിച്ചടിച്ച് വാങ്ങിച്ച് 700 രൂപ ആക്കിയിട്ടുണ്ട്, ബാക്കി 30 രൂപ ഞാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആണെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഓക്കെ ശരി ഇനി സംസാരിച്ചോ എന്നൊക്കെ. ഹീ ജസ്റ്റ് കെയിം അകത്ത്. എന്നിട്ട് പുള്ളി ഈ സൂം കോളുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഓക്കെ ശരി ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചോട്ടാ, എങ്കിൽ ശരി ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീസ് ഗോയിങ്. സോ പുള്ളിയുടെ ചിന്ത ഇതാണ്, ദാറ്റ് നമ്മുടെ ചേട്ടൻ നമുക്കറിയുന്നതാണ്, അതുപോലെ ആ പുള്ളിയുടെ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് കാർത്തിയുടെ ക്യാരക്ടർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് ഫെൽ ലൈക്ക് ഓ മൈ ഗോഡ് ഇസ് സോ ലൈക്ക് ഇതുപോലത്തെ ആൾക്കാരെ വേറെ ആൾക്കാർക്കെങ്കിലും കാണാൻ കിട്ടുന്നല്ലോ. ലൈക്ക് സച്ച് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ കാർത്തിയുടെ ക്യാരക്ടേഴ്സിലേക്ക് എനിക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ് അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറുടെ പേര് അരുളത്ത എന്നാണ് വിളിക്കുന്നത്, അത്ത എന്നാണ് കാർത്തി വിളിക്കുന്നത്. ആൻഡ് പുള്ളിയുടെ ക്യാരക്ടർ ഇനീഷ്യലി നാട്ടിൽ പുള്ളിക്കൊരു വീടുണ്ട്. ആൻഡ് ഹീസ് ലൈക്ക് വെരി അറ്റാച്ച്ഡ് ടു ദിസ് വീട്. പുള്ളി ജനിച്ച് വളർന്ന വീടാണ്. പുള്ളിയുടെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ എല്ലാവരും ജനിച്ച് വളർന്ന വീടാണ്. ഒരു കേസും ഇതൊക്കെ ആയിട്ട് വേറെ ആൾക്കാർ ഇവരുടെ നിന്ന് വീട് പിടിച്ചെടുത്തിട്ട് നൗ ദേ ഹാവ് ടു ഗോ ഫ്രം ദർ. ആൻഡ് പുള്ളി എത്രയും കാലം ജീവിച്ചിരുന്ന വീട് പുള്ളി വിട്ട് പോകേണ്ടി വരികയാണ്. ആൻഡ് ദെൻ ഹി ഹാസ് ദിസ് ഹെവി ഹാർട്ട് പുള്ളി ഈ വീട് വിട്ട് പോയി എന്നുള്ളതിൽ. ആൻഡ് എൻ്റെ പേഴ്സണൽ ഇതിൽ നിന്ന് ഐ കുഡ് ലൈക്ക് റിലേറ്റ് ടു ഇറ്റ് സോ മച്ച്. ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ സൗദിയിലാണ്, ജനിച്ചത് നാട്ടിലാണ്, വളർന്നത് ഫുൾ സൗദിയിലാണ്. എൻ്റെ സ്കൂളിങ് ഫുൾ സൗദിയിലായിരുന്നു. അതിൻ്റെ ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടും എപ്പോഴും പോകുമായിരുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട്. സൗദിയിൽ ഒരുപാട് സ്ഥലങ്ങൾ, റോഡുകൾ, മോളുകൾ എന്നുള്ള രീതിയിൽ ഐ ഹാവ് എ ഡീസൻറ്റ് എമൗണ്ട് ഓഫ് അറ്റാച്ച്മെൻറ്റ് ടു ഇറ്റ്. പക്ഷേ എൻ്റെ വീട് ഇസ് എൻ്റെ വീട് എൻ്റെ തന്തയുടെയും ഒരു വീടാണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് വീവ് ബിൻ ഇൻ ദ സെയിം ലൊക്കാലിറ്റി. പക്ഷേ ഡിഫറെൻറ്റ് റീസൺസ് കാരണം വീവ് ഹാഡ് ടു മൂവ് ഹൗസസ്. അപ്പോൾ ഒരു വീടുണ്ടായി, അത് അവർ പിന്നെ സ്കൂളാക്കാൻ പോകുമായിരുന്നു, അതുകൊണ്ട് വി വർ ഫോഴ്സ്ഡ് ടു മൂവ് ഫ്രം ദെയർ. പക്ഷേ ആ സെയിം വീടിൻ്റെ സ്ട്രക്ചറുള്ള ഒരു ഹൗസിങ് കോളനിയാണ്. അപ്പോൾ സെയിം വീടിൻ്റെ സ്ട്രക്ചറുള്ള വീടുകളാണ് വേറെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടത്തെ അതേ സ്ട്രക്ചറിൽ അവിടെ കൊണ്ടുപോയി എല്ലാം ഇത് ചെയ്ത് ഓൾ ദ ഫേർണിച്ചർ എവറിത്തിങ്. അപ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസമൊന്നും തോന്നില്ല. ആൻഡ് മാക്സിമം അച്ഛനും അമ്മയൊക്കെ എല്ലാ വനിതാ മാഗസീൻസ് ഉൾപ്പെടെ എല്ലാവരും ഷിഫ്റ്റൊക്കെ ചെയ്ത് മാക്സിമം കൊണ്ടുവരുമായിരുന്നു. ആൻഡ് ഗാർഡൻ അത് ഇതൊക്കെ വന്നിട്ട് അങ്ങനെ ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുഞ്ഞിലേ തൊട്ട് എനിക്ക് എൻ്റെ വീട് എന്ന് പറയുന്നതും എൻ്റെ വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നതും എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ നാട്ടിലുള്ള സമയത്താണ് അച്ഛനും അമ്മയും ആ വീട് ആ ഏരിയയിൽ നിന്ന് ഇവർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇവർ വിളിച്ചു പറയാം ഷിഫ്റ്റ് ചെയ്യില്ലേ അയ്യോ ഷിഫ്റ്റ് ചെയ്യില്ലേ, എനിക്കൊന്ന് കാണാൻ പോലും പറ്റില്ല, എനിക്കൊന്ന് അവസാനമായിട്ട് ഗുഡ് ബൈ പോലും പറയാൻ പറ്റില്ല, ഞാൻ നാട്ടിലാണല്ലോ, ഷിഫ്റ്റ് ചെയ്യല്ലേന്ന് ഞാൻ വിളിച്ചു പറയാം. ഐ എം ക്രൈങ് അബൌട്ട് ഇറ്റ്. ലൈക്ക് ഐ ഫെൽ ലൈക്ക് നോബഡി അണ്ടർസ്റ്റാൻഡ്സ് അത്, നോബഡി അണ്ടർസ്റ്റുഡ് അത് ആ സമയത്ത്.
നോബഡി ആസ് ലൈക്ക് നാട്ടിലപ്പോൾ ഞാൻ ഹോസ്റ്റലായിരുന്നു, എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും. എൻ്റെ അച്ഛനെ നമ്മ ഹാഡ് ടു ഷിഫ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഓൺ റീസൺസ്. അപ്പോൾ നന്ദയ്ക്ക് സ്കൂളിൽ പോകാനുള്ള കംഫർട്ടിനും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ നമ്മുടെ വീട് എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. വീടെന്ന് ഒരാൾക്കത് വീടായിരിക്കും, ഒരാൾക്കത് ചിലപ്പോൾ ഒരു ഫ്രണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ കളിച്ചൊരു സ്ഥലമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാർക്ക്, ചിലപ്പോൾ നമ്മുടെ സ്കൂള് ഇടിച്ചിട്ട് പുതുക്കി പണിയാതെ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിതില്ലേ, നമ്മളവിടെ ഇതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മതിലിൽ അടിയിൽ പോയി അവിടെ നമ്മുടെ ഗ്യാങ്ങിന് പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വി ഹാവ് ദിസ് തിങ് നോ. അതേപോലെ അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ നന്ദ ഡ്രോസ് നന്ദ ഡ്രോസ് അടിപൊളിയായിട്ട്. അപ്പം ഞങ്ങളുടെ ഒരു സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ ചുറ്റും ഈ സ്ക്വയറിന് ചുറ്റും നന്ദ ഇങ്ങനെ ഒരു തീവണ്ടിയൊക്കെ വരച്ചൊക്കെ വെക്കും. അങ്ങനെ ഞങ്ങളുടെ വീട് മുഴുവനും ഓരോ സംഭവങ്ങളാണ്. നന്ദ UKG പഠിക്കുമ്പോൾ ഫാൻസി ഡ്രസ്സിന് ഷീ ബിക്കേം എ മാംഗോ, ആൻഡ് നന്ദ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഷീ ബിക്കേം എ സ്ട്രോബെറി. ആൻഡ് ഈ മാംഗോ സ്ട്രോബെറിനൊക്കെ ഒരു ലൈഫ് സൈസ് അതിൽ ഒരു തെർമോക്കോളിൽ ഉണ്ടാക്കിയിട്ട് അത് മേത്ത് വെച്ച് കെട്ടിക്കാണ് പോയത്. സോ ഞാൻ +2 കഴിഞ്ഞ് വന്നത്, അതായത് നന്ദ +2 പഠിക്കുന്ന സമയത്തും ഈ UKG കൊണ്ടുപോയ മാങ്ങ ഞങ്ങളുടെ മതിലിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഹൗസ് വാസ് എവറിഥിങ് ആൻഡ് വി ഹാഡ് ടു ലീവ് ഇറ്റ്. അപ്പോൾ ഉള്ളൊരു ഇമോഷൻ. ഇപ്പം ഞാൻ സിനിമയെ കുറിച്ച് പറയുന്നത് നിർത്തിയല്ലേ. സോ മെയ്യഴകൻ മൂവിയിൽ ദാറ്റ് ഇസ് ദെയർ. ഐ ഫീൽ ലൈക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങളായിട്ട് മെയ്യഴകനിൽ ഉണ്ടായിരുന്നു. ഐ വുഡൻ സേ ആ സിനിമയുടെ പാട്ട് അത് എടുത്തേക്കുന്ന രീതി, അത് ഇത് കഥ ഐ പ്രോബ്ലി മൈൻഡ് നോട്ട് സേ അതിനെക്കുറിച്ച് അതല്ല എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടുത്തിയത്. ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും, അരവിന്ദ് സ്വാമി ആൻഡ് കാർത്തി. ഓ മൈ ഗോഡ്, വാട്ട് എ വണ്ടർഫുൾ ജോബ് ദേ ഹവ് ഡൺ. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ആ സിനിമ കാണാത്ത ആരും ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ എങ്ങാനും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ it's available on Netflix. Please do watch it. It's a beautiful, wonderful movie. And I hope you have a good time watching it, like a good time that I had. It's a beautiful movie. And അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിനും I cried. ആൻഡ് അതൊരു ചെറിയ സംഭവം പോലും ആണെന്ന് തോന്നുന്നു. കരയബിൾ സംഭവമാണെന്ന് എനിക്കറിയില്ല, ബാക്കി ആൾക്കാർ കരയുമെന്ന്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാൻ നന്ദ എന്തായാലും കരഞ്ഞു അത് കണ്ടിട്ട്. സെക്കൻഡ് ടൈം വി സോ ഇറ്റ് ഓൾസോ ലൈക്ക് ഇങ്ങനെ സെക്കൻഡ് ടൈം വി സോ ഇറ്റ് ഹിറ്റ്സ് മോർ ബിക്കോസ് അതിൻ്റെ ഒരു സംഭവമുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സിലുള്ളൊരു ചെറിയ സംഭവമുണ്ട്. സെക്കൻഡ് ടൈം ഈ വാച്ച് ദ മൂവി സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് അറിയാലോ അതാണ് സംഭവം എന്ന്. ഇറ്റ് ഹിറ്റ്സ് മോർ, ഇറ്റ് ഹിറ്റ്സ് സോ മച്ച് മോർ. ആൻഡ് it was a beautiful movie. It was a wonderful movie. I hope I can say about വേറെ കുറേ സിനിമകൾ ഇങ്ങനെ. But this video is probably going to be named my favorite movie this year. Okay. This particular video I wanted to talk about my favorite film this year, and it was Meyyazhagan. So thank you for watching this video. I am not planning on coming with any kind of movie review sessions അങ്ങനെ ഒന്നും. പക്ഷേ I might come with videos like this where I sit and talk about my experience of watching a film, what I felt about a film, what are the reasons why I wanted to watch a film, because I feel like ഉണ്ടാവും നമുക്ക് അങ്ങനെയെന്ന്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടുണ്ടാവും, അത് കാണാൻ പോവാം, അതിനിത് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമയിൽ നമ്മൾ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടാവാം. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് വീഡിയോസ് ചെയ്യണം എന്നെനിക്കുണ്ട്. So yeah, maybe my channel might even become that. We don't know now. Okay, thank you so much for watching and see you in another video. Like, share, comment and subscribe for more. Thank you. Bye.